അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 4 ചൊവ്വാഴ്ച. നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പത്തനംതിട്ടയിലെ പ്രളയബാധിത മേഖലയും ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിതീവ്ര മഴയായിരുന്നു. ആളുകളെ മാറ്റാൻ പോലും സമയം കിട്ടിയില്ല. വനത്തിൽ ഉരുൾപൊട്ടലുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദുരന്ത നിവാരണ സംവിധാനം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവ് ഉദയാനിധി സ്റ്റാലിനെ തഞ്ചാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉദയാനിധിയുടെ വീടിന് മുന്നിലെത്തിയ പോലീസ് സംഘത്തെ DMK പ്രവർത്തകർ തടയാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കില്ലെന്ന് AG ഹൈക്കോടതിയെ അറിയിച്ചു. കോമഡിയായി തോന്നുന്നുവെന്നും പറയാത്ത കാര്യത്തിനാണ് കേസും അറസ്റ്റുമെന്നും ഉദയാനിധി പ്രതികരിച്ചു. സംസ്ഥാനത്ത് KSEBിക്ക് കീഴിലുള്ള 5 ഡാമുകളിൽ റെഡ് അലർട്ട്. കല്ലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകുത്ത്, കുറ്റ്യാടി ഡാമുകളിലാണ് മുന്നറിയിപ്പ്. KSRTC ബസ്സുകളിൽ സർക്കാർ സ്ത്രീകൾക്ക് അനുവദിച്ച പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത യാത്രയ്ക്ക് തള്ളിക്കയറുന്നവർ മക്കളെ ഫീസില്ലാത്ത സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാതെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിലേക്കാണ് വിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന. പ്രിയദർശിനി സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് മന്ത്രി CP ജോൺ നടത്തിയ പരാമർശങ്ങൾ സർക്കാരിന്റെ ധാർഷ്ട്യത്തിന്റെ ഭാഷയാണെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ KN ബാലഗോപാൽ. വിളിച്ചു വരുത്തി ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും മാടമ്പി സ്വഭാവമാണ് പുറത്തുവരുന്നതെന്നും ബാലഗോപാൽ പറഞ്ഞു. മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകൻ അഭിമന്യു വധക്കേസിൽ 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്ന് ഹൈക്കോടതി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അഭിമന്യുവിന്റെ അമ്മ ഭൂപതിയുടെ ഹർജിയിലാണ് നിർദ്ദേശം. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാത്തതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് വിവരാവകാശ കമ്മീഷന്റെ കടുത്ത വിമർശനം. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിക്ക് ഉത്തരക്കടലാസുകളുടെ പകർപ്പും അഭിമുഖത്തിന്റെ മാർക്ക് വിവരങ്ങളും ലഭ്യമാക്കാത്തത് തീർത്തും നിരുത്തരവാദപരമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. മാധ്യമപ്രവർത്തകൻ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയെന്ന കേസ് പ്രതിയുടെ ആവശ്യപ്രകാരം മറ്റൊരു കോടതിയിലേക്ക് മാറ്റിയതിനെതിരെ ബഷീറിന്റെ ഭാര്യ C ജസീല നൽകിയ ഹർജിയിൽ സർക്കാരിന് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം. വിചാരണ നടക്കേണ്ട തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 1 നിന്ന് കേസ് 4ാം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത് പ്രതിഭാഗത്തിന്റെ ആവശ്യപ്രകാരമാണ്. ഇത് നീതി നിഷേധമാണെന്നാണ് ഹർജിക്കാരിയുടെ വാദം. സ്വന്തം നിലയിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അലർട്ടുകൾ പ്രഖ്യാപിക്കുക മാത്രമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമെന്നും മന്ത്രി വ്യക്തമാക്കി. താരസംഘടനയായ അമ്മയുടെ നേതൃത്വം ഏറ്റെടുക്കാനില്ലെന്ന് നടൻ മോഹൻലാൽ. സംഘടനയിലെ പ്രശ്നം ഭാരവാഹികൾ പരിഹരിക്കട്ടെ എന്നും ലാൽ പറഞ്ഞു. മലപ്പുറം പാണക്കാട് വേങ്ങര റോഡിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. മറുപടി ലഭിച്ച ശേഷം ബിൽഡിംഗ് പെർമിറ്റ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കുമെന്നാണ് വിവരം. ശബരിമല നെയ്യിടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വയം വില നിശ്ചയിച്ച് തിരുവനന്തപുരം മിൽമ യൂണിയൻ ഏകപക്ഷീയമായി നെയ്യ് നൽകാമെന്ന് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയെന്ന് വിവരം. MD അറിയാതെ ബോർഡ് യോഗം പോലും ചേരാതെയായിരുന്നു നടപടി.
പ്രമുഖ ഉപഭോക്തൃ ഉൽപ്പന്ന നിർമ്മാതാക്കളായ ഡാബർ ഇന്ത്യ 100% ശുദ്ധം, 100% പ്രകൃതിദത്തം തുടങ്ങിയ പരസ്യവാചകങ്ങൾ ഉപയോഗിക്കരുതെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ 48 ലോറികൾക്കെതിരെ നടപടി. വിവിധ നിയമലംഘനങ്ങൾ കണ്ടെത്തിയ വാഹനങ്ങളിൽ നിന്നായി 16,74,000 രൂപ പിഴ ഈടാക്കി. അമിതഭാരം കയറ്റിയുള്ള സർവീസ് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയ വാഹനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഗാർഹിക പീഡനത്തിനെതിരെയുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498 വകുപ്പ് പ്രകാരം കേസ് നൽകാൻ ലിവ്-ഇൻ ബന്ധത്തിലുള്ള പങ്കാളികൾക്കും അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി. എന്നാൽ ഈ ബന്ധം വിവാഹത്തിന് തുല്യമാണെന്ന് തെളിയിക്കേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ BR ഗവായ്, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അടുത്ത ബന്ധുവും പ്രമുഖ നേതാവുമായ ചന്ദ്രകുമാർ ബോസ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്നും BJPയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രളയം രൂക്ഷമായ ആസാമിൽ മരിച്ചവരുടെ എണ്ണം 87 ഉയർന്നു. 7 ജില്ലകളിലായി 1.28 ലക്ഷം ജനങ്ങളെയാണ് ദുരന്തം ബാധിച്ചത്. നിരവധി ഗ്രാമങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. സൗദി അറേബ്യയിലേക്ക് ഹൗസ് കാർ ഡ്രൈവർ തസ്തികയിൽ പുതിയ വിസയിൽ എത്തുന്നവർക്ക് തൊഴിൽ നൈപുണ്യ പരിശോധന നിർബന്ധമാക്കിയതായി മുംബൈയിലെ സൗദി കോൺസുലേറ്റ് അറിയിച്ചു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സർക്കുലർ കോൺസുലേറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് കൈമാറി. ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിന് ശേഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി യാതൊരുവിധ സഖ്യത്തിനുമില്ലെന്ന് ജൻസുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോർ. തങ്ങളുടെ ഒരേയൊരു സഖ്യം ബീഹാറിലെ ജനങ്ങളുമായി മാത്രമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ കൂട്ടാളികൾ തന്നെ മർദ്ദിച്ചെന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫൈസാൻ അൻസാരി മഹാരാഷ്ട്രയിൽ മർദ്ദിച്ചെന്നാണ് പോലീസിൽ പരാതി നൽകിയത്. വിദേശ രാജ്യങ്ങളിലെ നയതന്ത്ര സാന്നിധ്യം വെട്ടിച്ചുരുക്കുന്നതിന്റെ ഭാഗമായി കാനഡ, ജപ്പാൻ, ഇന്തോനേഷ്യ തുടങ്ങിയ 5 രാജ്യങ്ങളിലെ എംബസികളും കോൺസുലേറ്റുകളും അടച്ചുപൂട്ടാൻ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നീക്കം തുടങ്ങി. പോർച്ചുഗീസ് ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും പങ്കാളി ജോർജീന റോഡ്രിഗ്സും തമ്മിൽ വിവാഹിതരാകുന്നു. റൊണാൾഡോയുടെ ജന്മദേശമായ പോർച്ചുഗീസ് ദ്വീപ് മെദീരയിലെ പ്രസിദ്ധമായ ഫുൻചാൽ കത്തീഡ്രലിൽ ശനിയാഴ്ചയാണ് വിവാഹം. 9 വർഷമായി ഒന്നിച്ചു കഴിയുന്ന ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു. 5 മക്കളുടെ മാതാപിതാക്കളായ ക്രിസ്ത്യാനോയും ജോർജീനയും സൗദി അറേബ്യയിലെ റിയാദിലാണ് താമസം. ലോകകപ്പ് ഫുട്ബോളിന്റെ വാണിജ്യാവകാശങ്ങൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള വിവാദ നീക്കം പാളിയതോടെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കെതിരെ യൂറോപ്യൻ ഫുട്ബോൾ ഗവേണിംഗ് ബോഡിയായ യുവേഫ 2027 നടക്കാനിരിക്കുന്ന ഫിഫ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇൻഫാന്റിനോയ്ക്കുള്ള പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങൾ പിൻവലിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.